ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 1 ആംഗിൾസ് പാർട്ട് 1 ആണ്. പേജ് നമ്പർ 13-14 ഈ രണ്ട് പേജിലുള്ള പ്രോബ്ലംസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 13-ലെ ക്വസ്റ്റ്യൻ, മെഷർ ആൻഡ് മാർക്ക് ഈച്ച് ആംഗിൾ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ആംഗിൾസ് എല്ലാം എത്രയാണെന്ന് അളന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ പ്രൊട്രാക്ടർ വെച്ച് അളക്കുക. ഞാനിത് ഇവിടെ നോട്ടിൽ വരച്ചിട്ടുണ്ട്, കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമുക്കിതുപോലെ ഒരു ആംഗിൾ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗം, ഈ സെൻറ്റർ ഭാഗം, നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിൻ്റെ രണ്ട് ലൈൻസും ചേരുന്ന ആ പോയിന്റിൽ വെക്കണം. അതിനുശേഷം പ്രൊട്രാക്ടറിൻ്റെ താഴത്തെ ലൈൻ നമുക്ക് തന്നിരിക്കുന്ന ആ ആംഗിളിൻ്റെ ഒരു ലൈനിൻ്റെ മുകളിൽ കറക്റ്റാണ് വരണം. ഈ പോയിന്റിൽ വെക്കണം നടുഭാഗം പ്രൊട്രാക്ടറിൻ്റെ. അതുപോലെ തന്നെ ഈ താഴത്തെ ലൈനിൻ്റെ പുറത്ത് പ്രൊട്രാക്ടറിൻ്റെ ആ ലൈനും വരണം. അതിനുശേഷം നമുക്കിവിടെ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, 0 ആണ് നോക്കേണ്ടത്, വേറെ ഒരു നമ്പർ നോക്കണ്ട. 0, 10, 20, 30, 40, 50, 60യിൽ ഇത് കറക്റ്റ് ഇങ്ങനെ വെക്കണം. അങ്ങനെ നോക്കൂ, 60യിലാണ് ആ ലൈൻ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആംഗിളാണ്. നമുക്ക് അടുത്ത ആംഗിളിൻ്റെ അളവെടുക്കാം. അതും ഇതുപോലെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഈ രണ്ട് ലൈനും ചേരുന്ന പോയിന്റിൽ വയ്ക്കണം. അതിനുശേഷം കറക്റ്റ് വയ്ക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. നോക്കൂ, കണ്ടില്ലേ, ഇവിടെ വെച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്നാണ് എണ്ണി തുടങ്ങേണ്ടത്. ഈ ഭാഗത്ത് ഇവിടെ 0, 10 അങ്ങനെ എണ്ണി വരുമ്പോൾ ഇവിടെ 90, 100, 110, 120, 130ക്കും 140ക്കും നടുവിലാണ് ഈ ലൈൻ വരുന്നത് അല്ലേ. അപ്പോൾ അത് എത്രയായിരിക്കും? 135. 30 കഴിഞ്ഞ് 40 എത്തിയില്ല, അതിന് നടുവിലാണ്. അപ്പോൾ 135 ആണ് ഈ ആംഗിളിൻ്റെ അളവ്. 135 ഡിഗ്രി. അടുത്ത ഫിഗർ നോക്കാം. ആ രണ്ട് ലൈനും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗം വയ്ക്കണം. ആ നടുക്കുള്ള പോയിന്റിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് കണ്ടില്ലേ, ഇവിടെ ഈ ലൈനിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അല്ലേ, താഴെയുള്ള. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എണ്ണി തുടങ്ങേണ്ടത്. ഇങ്ങനെ കറക്റ്റ് വയ്ക്കാം. ഇനി നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ ഈ വശത്ത് ഈ ലൈനിലല്ലേ നമ്മൾ വെച്ചിട്ടുള്ളത്, ഈ ലൈനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് 0, 10, 20, 30, 40, 50, 60യിലാണ് അടുത്ത ലൈൻ വരുന്നത്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആംഗിളാണ്. നമുക്കിവിടെ 60 ഡിഗ്രി എന്ന് എഴുതാം. ഇനി അടുത്ത നോക്കൂ, ഈ ഫിഗറിൽ നമുക്ക് എങ്ങനെ അളവെടുക്കാം? ഇത് ഇങ്ങനെ തിരിച്ചാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ജോയിൻറ്റ് ചെയ്യുന്ന ആ സ്ഥലത്താണ് പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗം വയ്ക്കണം. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ലൈനിൽ നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ അടിയിലുള്ള ആ ലൈനും വയ്ക്കാം. നോക്കിക്കേ, ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് വയ്ക്കുന്നത്. പ്രൊട്രാക്ടറിൻ്റെ താഴെയുള്ള ലൈൻ ഞാൻ ഈ ലൈനിൻ്റെ പുറത്താണ് വയ്ക്കുന്നത്. നോക്കൂ, ഈ താഴെയുള്ള ലൈൻ, പ്രൊട്രാക്ടറിൻ്റെ താഴെയുള്ള ലൈൻ ഞാൻ ഈ ഫിഗറിൻ്റെ ഈ ലൈനിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ അറ്റത്ത് നിന്ന് എണ്ണി തുടങ്ങാം. ഇവിടെ 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120, 130ക്ക് നേരെയാണ് ആ ലൈൻ വരുന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അളവ് എത്രയാണ്? ഈ ഫിഗറിൻ്റെ 130. അടുത്ത ചോദ്യം, ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ ഇൻ ദി നോട്ട്ബുക്ക്. താഴെ ഒരു 4 പിക്ചർ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ അളന്ന് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലെ ആദ്യത്തെ ഫിഗർ വരയ്ക്കാം. അതായത് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ
ഒരു ലൈൻ വരയ്ക്കാം. ഫോർ സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു ലൈൻ വരച്ചു. ഇനി അതിൻ്റെ ഒരു സൈഡിൽ 50 ഡിഗ്രിയാണ് ഒരു ആംഗിൾ, ഈ സൈഡിലുള്ള ആംഗിളും 50 ഡിഗ്രി. അപ്പോൾ ആദ്യം നമുക്ക് 50 ഡിഗ്രി, അതായത് പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് പ്രൊട്രാക്ടർ ഈ പോയിന്റിൽ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്നുമാണ് നമ്മൾ എണ്ണേണ്ടത്. 0, 10, 20, 30, 40, 50 ഇവിടെയാണ് പോയിന്റ് ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ ആ പോയിന്റിലേക്ക് നീട്ടി വരയ്ക്കണം. നമ്മളിട്ട അവിടം വരെ വരയ്ക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നീട്ടി വരച്ചാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് നീട്ടി വരയ്ക്കുകയാണ്. അതിനുശേഷം ഈ ലൈനിൻ്റെ ഈ പോയിന്റിലും വെച്ചിട്ട് 50 ഡിഗ്രി. ഇങ്ങനെ. അപ്പോൾ ഈ പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എണ്ണേണ്ടത്. 0, 10, 20, 30, 40, 50. ഇവിടെയാണ്, സോറി, 50. അതിനുശേഷം ഇവിടെ നിന്നും പോയിന്റിലേക്ക് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഈ ആംഗിൾ 50 ഡിഗ്രി, അതുപോലെ തന്നെ ഈ ആംഗിൾ 50 ഡിഗ്രി. ഈ രണ്ട് ലൈൻസ് നമുക്ക് വേണമെങ്കിൽ മായ്ച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. മായ്ക്കുമ്പോൾ കറുത്ത് പോകരുത്, അതുകൊണ്ടാണ് മായ്ക്കേണ്ടെന്ന് പറയുന്നത്. ഇതുപോലെ കിടന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത ഫിഗർ വരയ്ക്കാം. അതായത് 5 സെൻറ്റിമീറ്റർ നീളത്തിലാണ് വരയ്ക്കേണ്ടത്. 0യിൽ നിന്നും 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ പ്രൊട്രാക്ടറിൻ്റെ നടുഭാഗം വെച്ച് 90 ഡിഗ്രി നമുക്ക് അടയാളപ്പെടുത്താം. കണ്ടില്ലേ? ഇങ്ങനെ വെച്ചിട്ട് 90 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് 90 ഡിഗ്രി, അതായത് ഇവിടെ വരും. ഇനി അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഓക്കെ. അതിനുശേഷം 30 ഡിഗ്രി, ഈ പോയിന്റിൽ വെച്ചിട്ട് 30 ഡിഗ്രി എടുക്കുക. അത് ഇവിടെ നിന്നാണ് നമ്മൾ എണ്ണേണ്ടത്. ഇവിടെ ഇനി ഈ രണ്ട് പോയിന്റ് ചേർത്ത് വരയ്ക്കാം. കണ്ടില്ലേ? ഇവിടെയാണ് അത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. 90 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി.
രണ്ടെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്ത ഫിഗർ നമുക്ക് വരയ്ക്കാം. അതിനായിട്ട് 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഒരു പോയിന്റിൽ നിന്നും 20 ഡിഗ്രി മുകളിലോട്ട് ഒരു ആംഗിൾ വരയ്ക്കാം. ഡിഗ്രിയാണ്. നമുക്ക് ഇവിടെയാണല്ലോ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചത്. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ നിന്നാണ് നമ്മൾ അളക്കേണ്ടത്. 0, 10, 20. 20യിൽ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ 2 പോയിന്റുകളും നീട്ടി വരയ്ക്കാം. അതുപോലെ ഈ പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ സൈഡിൽ നിന്നാണ് നമ്മൾ എണ്ണി തുടങ്ങേണ്ടത്. 0, 10, 20 ഇവിടെയാണ് പോയിന്റ്. ഇത് നീട്ടി വരച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 20 ഡിഗ്രി, ഇവിടെ ഒരു 20 ഡിഗ്രി, അതുപോലെ താഴോട്ടും 20 ഡിഗ്രി വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഈ പോയിന്റിൽ പ്രൊട്രാക്ടർ വയ്ക്കാം. ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ ലൈനിൻ്റെ പുറത്ത് തന്നെ വരണം. അപ്പോൾ നമ്മൾ ഈ പോയിന്റിലല്ലേ വെച്ചത്. അപ്പോൾ ഇവിടെ നിന്നാണ് എണ്ണി തുടങ്ങേണ്ടത്. 0, 10, 20. ഇനി നമുക്ക് ഈ പോയിന്റും നമ്മുടെ ഈ ലൈനും കൂടി ഈ പോയിന്റും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊട്രാക്ടറിൻ്റെ പോയിന്റ് ഈ വശത്ത് വയ്ക്കുക, ഈ പോയിന്റിൽ വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. 0, 10, 20. അപ്പോൾ ഇവിടെ ഉണ്ടില്ലേ. ഇനി നമുക്കിവിടെ അടയാളപ്പെടുത്താം 20 ഡിഗ്രി, 20 ഡിഗ്രി. നിങ്ങൾ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈ എക്സ്ട്രാ ലൈൻസ് എല്ലാം മായ്ച്ച് കളയാം. മായ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അതിനായിട്ട് 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഈ പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് 60 ഡിഗ്രി അടയാളപ്പെടുത്താം. ഇവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പ്രൊട്രാക്ടറുടെ സെൻറ്റർ. അപ്പോൾ ആ ലൈൻ നോക്കിക്കേ, ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്നും 0, 10, 20, 30, 40, 50, 60യിൽ ഒരു പോയിന്റ് ഇടാം. യോജിപ്പിക്കാം. അതിനുശേഷം പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഇവിടെ വെച്ചിട്ട് നമുക്ക് 120യിൽ ഒരു ആംഗിൾ അടയാളപ്പെടുത്താം. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ ഇങ്ങോട്ടാണ് അല്ലേ. ഇവിടെ നിന്ന് നമുക്ക് 120, 0, 10 അങ്ങനെ 120 എടുക്കാം. 10, 20, 30, 40, 50, 60 കണ്ടില്ലേ. 100, 110, 120 ഇവിടെ.
അതിനുശേഷം സ്കെയിൽ വെച്ചിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതും ഇതും. ഇനി നമുക്ക് ഈ സൈഡിൽ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. ഇവിടെയും 3 സെൻറ്റിമീറ്റർ. അത് സ്കെയിൽ വെച്ച് നമുക്ക് അടയാളപ്പെടുത്താം. അതുപോലെ ഈ വശം. ഇനി ഈ 2 ലൈനും കൂടി ജോയിൻ ചെയ്യും. ഇത് അടയാളപ്പെടുത്താം. ഇത് 60 ഡിഗ്രി, ഇത് 120 ഡിഗ്രി, ഇവിടെ 3 സെൻറ്റിമീറ്റർ, അതുപോലെ ഇവിടെയും 3 സെൻറ്റിമീറ്റർ, ഈ ലൈൻ 5 സെൻറ്റിമീറ്റർ. ഇതോടുകൂടി പേജ് നമ്പർ 13 ആൻഡ് 14 എക്സസൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.